കർക്കിടക മാസത്തിൽ പ്രധാനമായും കുടിച്ചിരിക്കേണ്ട കഞ്ഞികളിൽ ഒന്നാണ് കേട്ടോ ഇത്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ശരീരത്തിന് ഇത്തിരി ക്ഷീണമെന്നോ നമുക്കൊരു ബലക്കുറവെന്നോ നമുക്കൊരു എന്തെങ്കിലും കാൽസ്യക്കുറവെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് കേട്ടോ ഇത്. ഇത് പ്രസവിച്ച് കിടക്കുന്ന പ്രസവരക്ഷാ സമയത്തൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു കഞ്ഞിയാണ്. മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ ഇത് വളരെ പ്രയോജനമുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ ഇത്. അപ്പോൾ കാൽസ്യം, അയൺ അങ്ങനെയുള്ള ഡെഫിഷ്യൻസീസിനെല്ലാം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞവര അരി എന്ന് പറയാം കേട്ടോ. ഞവര അരി എല്ലാ പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. അത് ഞാൻ ഒരു രാത്രി ഫുള്ള് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. കാരണം ഇതിന് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം ഇത് കുതിർക്കാനിടണം. അപ്പോൾ കുതിർക്കാനിട്ടിട്ട് ഞാനത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൺകലത്തിലൊക്കെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ 1 സ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഉലുവയുടെ ടേസ്റ്റ് വലിയ പ്രശ്നമില്ലാത്തവർക്ക് കൂടുതൽ 2 സ്പൂൺ വരെയൊക്കെ ഇടാം. ഞാൻ 1 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അടുത്തായിട്ട് ആയാളി എന്ന് പറയുന്നത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇത് നല്ലതാണ്, അയൺ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ളൊരു സാധനമാണ് കേട്ടോ ആയാളി. പണ്ടൊക്കെ ഇതൊക്കെ മിക്കവാറും വീടുകളിൽ എല്ലാവരും ഇത് വാങ്ങി വെക്കുകയും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും പൊതുവേ അങ്ങനെ ഈ ഒരു മാസത്തിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആയാളി ഒരു 2 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു ജെല്ല് പോലത്തെ ഒരു ഇതാണ്, നമുക്ക് കഴുകി പെട്ടെന്ന് അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് നേരം വെള്ളം ഒഴിച്ച് കുതിർക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. ഉലുവ തലേന്നോ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മുമ്പേ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളവും കൂട്ടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ആയാളി അത് അങ്ങനെ പറ്റത്തില്ല, നമുക്കത് കഴുകിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു കസ്കസിൻ്റെയൊക്കെ അതുപോലത്തെ ഒരു ടെക്സ്ചറുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഇതിനുള്ള ഇന്ന മാസം ഇത് കഴിക്കാവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നൊരു കഞ്ഞിയാണ് കേട്ടോ ഇത്. കഴിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് കഴിക്കണം. ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് പ്രയോജനം ഇല്ല കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ചെറുപയറും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആണെങ്കിൽ ഒരു ടേസ്റ്റും കൂടെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു പിടി ചെറുപയറും കൂടെ കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പം ഈ ഉലുവയുടെ ചവർപ്പും ഒന്നും വരത്തില്ല. അയാൾക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും എല്ലാ പിള്ളേർക്കൊന്നും കഴിക്കാൻ ഇഷ്ടം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയറും കൂടെ ഞാൻ അതിനകത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൺകലത്തിൽ വെക്കാവുന്നതാണ്, നമുക്ക് അടുപ്പിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ മൺകലം ഇല്ല. പിന്നെ കുറച്ച് എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് വേവിക്കുന്നത് ഇപ്പോൾ കുക്കറിലിട്ട്. പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കർ അടച്ച് ഗ്യാസിൽ വെക്കാം കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കുന്നത് കസ്കസ് പോലൊക്കെ അത് കട്ടി പിടിച്ചിരിപ്പുണ്ട് നമ്മുടെ ആയാളി. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് മിക്സ് ആക്കുന്നത് കേട്ടോ. ഉപ്പൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല. നമ്മുടെ നോർമൽ ഉപ്പും അല്ല കേട്ടോ ഈ കഞ്ഞിക്ക് ഇടുന്നത്. ഇന്ദുപ്പെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതാണ് ഇടുന്നത്. എൻ്റെ കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നിടം വരെയാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത്. അത്രയായപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു തേങ്ങ അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിടാൻ താല്പര്യമില്ലാത്തവർക്ക് തേങ്ങ പാല് പിഴിഞ്ഞ് 2ാം പാൽ ഒഴിച്ച് വേവിച്ചിട്ട് നമുക്ക് 1ാം പാൽ ലാസ്റ്റ് ഓഫ് ആക്കുന്നതിന് മുമ്പ് ഒഴിക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തേങ്ങ അരപ്പായിട്ട് അരച്ചങ്ങ് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ചെറിയൊരു മുറി തേങ്ങയും ഒരു ചെറിയ മുറി തേങ്ങ ഉണ്ടോ അതെടുത്തിട്ടുണ്ട്. 3-4 അല്ലി നമ്മുടെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടെ അവ പിള്ളേർ കുടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ ഞാൻ ആ വെളുത്തുള്ളി ഒഴിവാക്കിയത്. അപ്പോൾ എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. 5 വിസിൽ മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അരച്ച് വെച്ചിരുന്ന സാധനങ്ങൾ ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ വെട്ടി തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് അങ്ങനെ തിള വരുമ്പോൾ നമുക്കത് ഓഫാക്കാം കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിനകത്തോട്ട് അരപ്പ് ഇട്ടിട്ട് ജാറ് കഴുകി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സമയം ഇത് കഴിയുമ്പോൾ ഇത് തിക്കാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് കുടിക്കാൻ സമയമാകുമ്പോൾ ഇതിങ്ങനെ കട്ടയായിട്ട് ഇരിക്കേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നമ്മുടെ മിൽമയുടെ 1 സ്പൂണ് നെയ്യാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ചുക്ക് പൊടിയും കൂടാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പിടുന്ന വീഡിയോ അത് എടുത്തപ്പോൾ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിന് കഞ്ഞി നല്ല ചൂടോടുകൂടി കുടിക്കണം കേട്ടോ. ഞാനത് രാവിലെ ഇതൊക്കെ വേവിച്ച് വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് ചേർത്തത്. എനിക്ക് വൈകിട്ടത്തേക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടാണ് ഞാനിത്
നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈകിട്ട് കുടിക്കാം. തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് വൈകുന്നേരം വരെ അത് ഇരിക്കുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ വൈകിട്ട് കുടിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് തേങ്ങ അരച്ച് ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഒരുപാട് ഇങ്ങനെ തിളച്ചങ്ങ് മറിയേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഒന്ന് തിള വരുമ്പോൾ ഓഫാക്കി വെക്കുക. ചൂടിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. പച്ചലയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർ ധാരാളമുണ്ട്. അതിനിടയിൽ ഈ കഞ്ഞിയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.